ഇതന്നെ ഈ ചെടിയൊക്കെ പുറത്ത് വെച്ചേക്കുന്നേ? മഴ പെയ്തപ്പോൾ എടുത്ത് വെച്ചതാ മുറ്റത്ത്. മുറ്റത്തിന് നടുക്കിരിക്കുന്നല്ലേ? മഴ പെയ്തപ്പോൾ നനയട്ടെന്ന് ഓർത്തോണ്ടേ എടുത്ത് വെച്ചതാ. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും മഴ പെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് ചെടിക്കൊക്കെ നല്ല സന്തോഷമാകും. നല്ല മഴയായിരുന്നു അല്ലേ? അമ്മ രാവിലെ പറഞ്ഞില്ലായിരുന്നോ പാനിപ്പൂരി ഉണ്ടാക്കി തരാന്ന്? വാ, പാനിപ്പൂരി ഉണ്ടാക്കിത്ത. നീ മറന്നുപോയില്ലായിരുന്നു? ഇല്ല, വാ, വിശക്കുന്നിപ്പം. കാപ്പിയുടെ കൂടി ഇന്നൊന്നും ഇല്ലായിരുന്നല്ലോ. ശരിയാ, വിശക്കുന്നു. ഞാനോർത്തന്നാ രാത്രി ഉണ്ടാക്കി മതിയല്ലോ എന്ന്. രാത്രി വേറെ വല്ലതും ഉണ്ടാക്കാം. ഇപ്പൊ പാനിപ്പൂരി ഉണ്ടാക്കിത്ത. പാനിപ്പൂരി കഴിച്ചാൽ പിന്നെ വിശക്കുമല്ലോ ഇന്ന്. രാത്രി നമുക്ക് ചപ്പാത്തി റോൾ ഉണ്ടാക്കിപ്പിക്കാം. അയ്യടാ, പാനിപ്പൂരി ഉണ്ടാക്കിത്താവാ. എന്നാ ചമ്മച്ചിയെ വിളിക്ക്, എല്ലാരെയും വിളിച്ചോ. അമ്മ എന്നാ അമ്മ ഇനി പരിപാടി? ഇനി പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ടേ വാളംപുളി വെള്ളത്തിലിട്ട് ആദ്യം പുളി വെള്ളത്തിലിട്ട് പിന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനെ ഉരുക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ എടുക്കാം. വെള്ള ശർക്കരയാണോ? വെള്ള ശർക്കര. പരിപാടി ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ള റവ ഒന്ന് കുഴച്ചെടുക്കാം. അത് പൊട്ടിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് അലുത്ത് വരും അല്ലേ? റവ എടുക്കട്ടെ. റവ നമ്മുടെ റവ ഒരു പാത്രം നിറച്ച് വേണോ? ഒരു പാത്രം നിറച്ചൊന്നും വേണ്ട, കുറച്ച് മതി. ചെറിയ ചെറിയ പൂരിയല്ലേ ഉണ്ടാക്കിയെടുക്കുന്നേ, അപ്പോൾ കുറച്ച് മതി. അതിൻ്റെ കൂടെ നമ്മൾ 2 സ്പൂൺ മൈദയും കൂടെ ചേർക്കും. പാനിപ്പൂരി മറ്റേ പത്തിരിയാക്കിയാലോ? ഓ, നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം പത്തിരി ഉണ്ടാക്കി തരാമെന്ന് പറയാമായിരുന്നല്ലേ? നമുക്കൊരു ദിവസം ഉണ്ടാക്കാം. അത് തന്നെയല്ലേ വെച്ചുണ്ടാക്കുന്നത്? അത് റവ മൈദയും വെച്ചുണ്ടാക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരു തവി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. മൈദക്കകത്തൊരു നൂല്. ഇച്ചിരി ഉപ്പിട്ടോ ഇനി ഇതിലോട്ട്? ഉപ്പ് ഇട്ട് നമുക്ക് കുഴച്ചെടുക്കാം. മുഴുവൻ വേണോ? ഇത്ര? ഇച്ചിരി കൂടി ഇട്ടോ. ഇത്രയും വേണ്ടായിരിക്കും. മതിയേ. നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. എടുത്ത് വെക്കട്ടെ. നല്ല കളർ. ഏതെല്ലാം കളറിലെ ശർക്കര അവിടെ ഇരിക്കുന്നത് അല്ലേ? എവിടെയാ? നമ്മൾ കമ്പത്ത് പോയപ്പോൾ കണ്ടില്ലേ? വെളുത്ത് പായസമായിരിക്കും. അപ്പം നമ്മുടെ ഷെഫ് കുഞ്ഞി ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാ ദിവസത്തെയും പോലെ. അതെ, കുഴച്ചോ. പച്ചവെള്ളം ഒഴിച്ചാ കഴിക്കുന്നേ. ഞാൻ ഇതിലൊരു കുത്തപ്പിനാറ് പണിയും. റവ വെച്ചോ? സിമെന്റ് അല്ലത്, റവയാ. പറ്റണമല്ലോ. പറ്റണമല്ലോ. ഞാനെന്നാ ചേട്ടാച്ചനെ കൊണ്ട് കുഴപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു. ചേട്ടാച്ചൻ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ടായിരുന്നു. വേണ്ട വേണ്ട. എന്നാടാ, വേറെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടും. സ്വന്തമായിട്ട് വേണേലും തുടങ്ങാം. എനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ വീട്ടിലുണ്ടാക്കി തിന്നാൻ ഇഷ്ടം. ഉണ്ടാക്കണമെന്നും വലിയ നിങ്ങൾ ഉണ്ടാക്കി തന്നാ മതി. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നേരം ഞങ്ങൾ ശമ്പളം തരികയായിരുന്നു. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനിയും കുഞ്ഞിനെ നമ്മൾക്ക് ഉള്ളത്. പൊറോട്ട അടിക്കുവാണോ ഇനി? റവ വെച്ച് ഉപ്പുണ്ടോ? എന്തോ ഒത്തിരി ഉപ്പ് വേണ്ട.
എന്നാന്ന് ചോദിച്ചിരുന്ന ഇത് മധുരവും പുളിയാകത്തോണ്ട് അന്നേരം അല്ലേ ഉപ്പ് വേണ്ടേ? ഉപ്പ് കുറവേ കുറച്ച് മതി. ഇതേ ഇച്ചിരി വെള്ളം കൂടെ വേണേ ഒഴിക്കാം. എന്നാന്നോ റവ ആയതുകൊണ്ട് ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് കുതിർന്നിട്ട് വെള്ളം അങ്ങ് ഇനി ഇതെന്നാ ചെയ്യണ്ടേ? അതെന്നാ ഉറുമ്പിന് കൊടുക്കുന്ന പോലെ നന്നായിട്ട് പറയണം. കുഴയട്ടങ്ങോട്ട്. അതാ ഞാൻ പറഞ്ഞു ചേട്ടാച്ചൻ എക്സസൈസ് ചെയ്യാൻ കൊടുക്കാന്ന്. വെല്ലുവിളിയാണോ? നിൽക്കേ അതിൻ്റെ ഇതിടാടാ. മേലോട്ട് വെച്ചോ. എൻ്റെ തവണ പറഞ്ഞു. ഒന്നും ആയില്ല, തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? ഇനി അത് കുറച്ചു നേരം ഒരു ബോൾ പോലെ ആക്കിയിട്ടേ അങ്ങോട്ട് വെച്ചോ. കുഞ്ഞിയുടെ ആരോഗ്യത്തിന് പറ്റുന്നില്ല. ആര് പറഞ്ഞു? കുഴച്ചോ കുറെ നേരം കൂടെ കുഴക്ക്. മറിച്ചിട്ട് കുഴക്കും. അങ്ങനെ ഒരു ദിവസം പൊറോട്ട ഉണ്ടാക്കി നോക്കണമല്ലോ നീ. പൊറോട്ട വീശാനുള്ള ഇട സെറ്റ് ചെയ്യണം. അതാണ് ഇങ്ങോട്ടാണ് അടിക്കുക അല്ലേ? ഇതെല്ലാം മാറ്റിയിട്ട് എന്നാ ഒരു ദിവസം ഉണ്ടാക്കണമല്ലോ. കുഞ്ഞി പൊറോട്ട കുഞ്ഞി എന്നൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചപ്പോ എന്നെ മുന്നും ഉണ്ടാക്കും. അതാണ് കുഞ്ഞി. ഞാൻ നാളെ മുതൽ കയ്യും കഴുകിയിരിക്കുകയുള്ളൂ. എല്ലാം ഉണ്ടാക്കി പെറുക്കി കുഞ്ഞി എന്നെ കുഞ്ഞിരിക്കുന്നേ. അതൊന്നും നടക്കുകയില്ല. ആഴ്ചയിൽ ഒന്ന്. മുടിയൊക്കെ ഉണങ്ങി പോയി തലയൊക്കെ ചീകി വെച്ചിട്ടോ കേട്ടോ. ആരോടാ? മതി അതിനെ ഇടിച്ച് നല്ലപോലെ കുഴയട്ടെ. കുഴഞ്ഞു. നമ്മൾ പാനിപ്പൂരിക്കുള്ള പാനി തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കുവാണേ. പെട്ടെന്ന് വിശക്കുന്നോണ്ട് ഡബിൾ പാനി വേണ്ട, സിംഗിൾ പാനി മതിയേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു. പച്ചമുളക് എടുക്കാം. പച്ചമുളക് നമ്മളിങ്ങനെ സൂക്ഷിക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ എത്ര നാൾ വേണേലും കേടാകാതിരിക്കുവേ. ടിഷ്യൂ പേപ്പർ ഇട്ട് മുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് താഴെ മേളിലും ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ കേടാകാതെ ഒത്തിരി നാൾ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. കഴുകി വെച്ചതാണ്. ഇനി എന്നെ ഉണ്ട്, ഞാൻ ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ഈന്തപ്പഴം ഇട്ടേ. 2 പാനിയായിട്ട് വേണ്ടല്ലോ, ഒന്നായിട്ട് മതിയല്ലോ. മതി പെട്ടെന്നാവുന്ന ഏതാണോ അത് ഒരുമിച്ചെടുക്കാം. അതാണ്. അപ്പോൾ അന്ന് അതോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്ല വൈകിട്ടൊന്നും തിന്നാത്തതുകൊണ്ട് ഇപ്പം ഈന്തപ്പഴം, മല്ലിയില, ഇഞ്ചി, പച്ചമുളകും എല്ലാം കൂടെ അരച്ചെടുക്കാം. ഇതിൻ്റെ ഇടക്ക് ഒന്ന് അരച്ചെടുക്കുക. അടഞ്ഞില്ലല്ലോ? ഇവിടെ അടഞ്ഞു. അതെ, പാനിപ്പൂരി റെഡിയാകുമ്പോഴത്തേന് നല്ലൊരു കപ്പങ്ങാപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. ചെത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ പഴുത്തതാ. അരയ്ക്കാനുള്ള സാധനമൊക്കെ അരച്ചെടുത്തിട്ടുണ്ടേ. പോരാവേ. കൂടിപ്പോയല്ലോ പഴം. പാനിപ്പൂരി ആയി വരുമ്പോഴത്തേനും കുറച്ചു നേരം ആവും. അപ്പൊ നമുക്ക് ഓരോ വട്ടം എടുത്ത് നീ എത്താം. ഉള്ളിൽ മിട്ടായിട്ട് ഞാൻ തിന്നതില്ല. നല്ല കപ്പളങ്ങപ്പഴം. പക്ഷെ ഇത് പഴുത്ത് പറിച്ചു വരുന്നതല്ലേ. ചുമപ്പ് പുറമെ ചുവന്ന് മഞ്ഞ കളറും ഉണ്ടപ്പോ ഞാനോട്ട് പഴുത്ത് വന്നു. അതൊക്കെ കിടക്കുന്നത് മഞ്ഞ കളറിലാണ് കിടക്കുന്നത്. അത് നല്ലപോലെ മഞ്ഞ കളറായിട്ട് പറിച്ചാൽ മതി. അല്ലെങ്കിൽ പഴുത്ത് തന്നെ. ഇതിപ്പോ 2-3 ദിവസമായില്ല പറിച്ചു വെച്ചിട്ട്. അപ്പൊ നമ്മള് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അതിനകത്തൊന്നും അറിയത്തില്ല. അമ്മയാ പറഞ്ഞു അങ്ങനെ അടിക്കാം അല്ലേ അമ്മ? അതെ, കുറച്ചല്ലേ ഉള്ളു ജാറിനകത്ത്. അതുകൊണ്ടാണ് നല്ലപോലെ അറിയാത്ത. ഇപ്പൊ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ നല്ലപോലെ അരിഞ്ഞു കിട്ടും. ഇപ്പോഴേ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതെന്നാ ഇനി ചെയ്യണ്ടേ? നല്ല പേസ്റ്റായി. അപ്പൊ നമുക്ക് ഇത് ഈ പാത്രത്തിലോട്ട് മാറ്റാം.
ഇപ്പോഴേ നമുക്ക് ഈ ശർക്കര അരിച്ചൊഴിക്കാം. ആ അത് തന്നെ ഉദ്ദേശിച്ചേ. നല്ല കരടോ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ശർക്കരക്കകത്ത് സാധാരണ കല്ല് കാണും, അതുകൊണ്ടാണ് ശർക്കര അരിച്ചെടുക്കുന്നത്. ഉണ്ട് ഇതിൻ്റെ അകത്ത്. കല്ലും കാണും, കരിമ്പിന്റെ അംശവും കാണും. അപ്പം നമുക്ക് ഈ പുളിവെള്ളം അങ്ങോട്ട് ഒന്ന് അരിച്ച് എടുക്കാം. പിടിക്കട്ടെ? ഇതാണ് സെയിം അരിപ്പിക്കാത്ത ടേസ്റ്റ്. വാളംപുളി പിഴിഞ്ഞ വെള്ളം. ഇതിനാണ് അരിപ്പയ്ക്കകത്ത് ഇത്രയും ഹോളുണ്ടായിട്ട് ഇറങ്ങിപ്പോകത്തെ. അതാ പുളിക്ക് കൊഴുപ്പ് കൂടുതലല്ലേ. പുളിമുട്ടായിയുടെ വേണം. പുളിമുട്ടായിയുടെ വേണം. അപ്പം നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ജീരകപ്പൊടി ഇട്ടവന്. ഇത്ര മതിയോ? അത് മതി, ഇത്രയും വേണ്ട. ജീരകത്തിനൊരു പൊടിച്ച് വെച്ചായതുകൊണ്ട് നല്ല ചുവ കാണും കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കേട്ടോ. ഇപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്നാണെന്നറിയോ? പുളി, മധുരം, എരിവ്. ഞാൻ കുരുമുളക് പൊടിയാണ് ഓർത്തെടുത്തത്. തേയിലപ്പൊടി എല്ലാം കൂടെ ചേർന്ന് ഒരു ടേസ്റ്റ് വരും ഇതിന്. നല്ല ടേസ്റ്റായി പാനിക്ക്. അതിട്ടോ, കുരുമുളക് പൊടി ഇട്ടോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്നോണ്ട് പിന്നെ മതി. ഇത് രണ്ടായിട്ടാണ് ശരിക്കും പാനി എടുക്കുന്നതല്ലേ? ഈന്തപ്പഴവും ശർക്കരയും. ഇപ്പൊ സമയമില്ലല്ലോ. ഈന്തപ്പഴവും ശർക്കരയും പുളിയും കൂടെ വേറൊരു പാത്രത്തിൽ, അത് മറ്റേ കുഴമ്പ് ചെറിയ ഗ്രേവി പോലെ ഇരിക്കും. ബാക്കി വെള്ളമായിട്ട് എടുക്കും. മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടെ അരച്ചെടുക്കുന്നത്. ഇനി എന്നാമേ? ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കിഴങ്ങും എല്ലാം കൂടെ ഉടച്ചിട്ട് സബോളയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇവിടെ ഇരിക്കട്ടെ, മൂടി വെക്കാം. ഉടച്ചെടുത്തോ. വെള്ളം വേണം? വെള്ളം വേണ്ട. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. വേണ്ട, കൈ വെച്ച് ഉടച്ചാൽ മതി. സവോള അരിയുവാണോ? ഇത് ഫില്ലിംഗ് അല്ലേ അമ്മേ? നമ്മുടെ പൂരിക്കുള്ള ബാക്കി സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് പൂരിയും കൂടെ അങ്ങ് വരത്തിയെടുക്കാം. പാനീയമായി, ഫില്ലിങ്സുമായി. ഇനി നമുക്ക് പൂരിയും കൂടെ പരത്തിയെടുക്കാവേ. പരത്തിയെടുക്കാം ഇത്. ഇനി നമുക്ക് ചെറിയൊരു അടപ്പ് വെച്ചത് മുറിച്ചെടുക്കാം. മുറിഞ്ഞില്ലല്ലോ. ഞാൻ ചെയ്യട്ടെ? മുറിച്ചോ. നീ എങ്ങനെ എടുക്കുന്ന അറിയോ? ഞാൻ എടുക്കാം. അങ്ങനല്ലേ? കൊണ്ടുപോ. ഇപ്പൊ എണ്ണയൊക്കെ തളിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? കൈ കൊണ്ട് മുക്കിയൊക്കെ ഇനി കിട്ടണോ? ഒരെണ്ണം വെച്ചാണോ എടുക്കുന്നത്? അല്ലല്ല, എടുത്തേ. അത് മാറ്റി പൊട്ടിത്തെറിക്കുന്നു. പ്രൊഫഷണൽ ഷെഫിന് കുക്കിംഗ് അറിയത്തില്ല, എണ്ണയൊക്കെ പുറത്തു പോകുന്നത്. നമ്മുടെ അടപ്പൊന്ന് മാറ്റി പിടിച്ചു കേട്ടോ. അതെന്നെ മുറിച്ചിട്ട് തീരെ ചെറുതാണ് തോന്നി. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് മുറിക്കാം. ഇത് വെച്ച് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയപ്പം കറക്റ്റ് വലുപ്പത്തിൽ കിട്ടി. അല്ല പിന്നെ ചെറിയ അടപ്പം കൊണ്ട് മുറിക്കാമെന്ന് നമ്മൾ ഇന്ന് മുഴുവൻ ഓർമ്മിക്കേണ്ടി വരും. കുറച്ച് ഫില്ലിങ്സ് ചേർത്തുള്ളത്. കുറച്ച്
ആ പക്ഷേ ചെറുതാണ് നമുക്ക് കഴിക്കാൻ സുഖം, എളുപ്പം. ഫില്ലിങ്സ് ഒക്കെ അകത്ത് കയറണമെങ്കിൽ അപ്പം നമ്മുടെ പാനിപ്പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്കിയാലോ? ഇനി നമുക്ക് ഫില്ലിംഗ് ഒക്കെ സെറ്റാക്കാം. അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. ആദ്യം നമ്മൾ പൂരി എടുത്തിട്ട് നമ്മൾ ഹോളിടും, പിന്നെ ഫില്ലിങ്സ് വെക്കും. ആദ്യത്തെ ആർക്കാ കുഞ്ഞി? അച്ചമ്മച്ചിക്കാണോ? എനിക്കാ. ഗണപതി. ഗണപതി പിന്നെ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയാ. അതെ. ഇനി നമുക്ക് നമ്മുടെ പാനി ഒഴിക്കാം. പാനിപ്പൂരിയും കൂടെ ആയപ്പോൾ പാനിപ്പൂരി അങ്ങനെ നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ പാനിപ്പൂരി എന്നത്തെ പോലെ ഗണപതിക്ക് തന്നെ ആദ്യം കൊടുത്തു നോക്കാം. ഹലോ, കഴിക്കാം, നമുക്ക് കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.